ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചന്തുമോളെന്ന് പറഞ്ഞ കൊച്ച് എൻ്റെ മുറി കയറുന്നത് ഇഷ്ടമില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. അപ്പോഴത്തേന് നയന പറയും, എന്തായാലും അതൊരു കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ അത് എല്ലാ മുറിയിലും കയറിയെന്നൊക്കെ ഇരിക്കുന്നു. അതൊക്കെ കാര്യം ശരിയായിരിക്കും, പക്ഷേ എൻ്റെ മുറിയിൽ കയറുന്നത്, എൻ്റെ കുഞ്ഞിനെ താല വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് നവ്യ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ജലജയും പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് അതിനെ പറഞ്ഞു നിർത്തിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ തല്ലി മര്യാദ പഠിപ്പിക്കുമെന്ന്. അങ്ങനെ തല്ലുകയാണെങ്കിൽ ഈ തല്ലുന്നവരല്ല ഈ വീടിന് പുറത്താവും എന്നുള്ള കാര്യം ഓർത്തോണമെന്ന് നയനയും പറയും. ആഹാ കേട്ടോ നവ്യ, നീ കേട്ടോ, നീയും കൂടെ ഈ വീടിന് പുറത്താവും, എന്നാലും ആ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞയക്കില്ല എന്നാ പറയുന്ന നയനെ എന്ന് പറയുന്നുണ്ട്. അന്നേരത്തേന് നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അല്ലെങ്കിലും എനിക്ക് ഈ വീട്ടിൽ അങ്ങനെ കഴിയണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, ഒരു സ്വഭാവ ഗുണങ്ങളും ഇല്ലാത്ത ഒരാൾ ഭരിക്കുന്ന വീടല്ലേ ഇപ്പോൾ ഇത് എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ കുറ്റപ്പെടുത്തുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് നയനെ പറയും, എൻ്റെ ആദർശേട്ടനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല, അത് നീ ഇങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേന് നവ്യ പറയും, എന്താ നിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയേ, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയുടെ സ്വഭാവമായിരുന്നെങ്കിലേ ചേച്ചി ഇപ്പം ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നേനും, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചേച്ചി സന്തോഷത്തോടെ ജീവിക്കുന്നതെന്നൊക്കെ പറയും. ഇതൊക്കെ ദേവയാനി അങ്ങോട്ട് വരുമ്പോൾ കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ദേവയാനി ഇവരുടെ മുമ്പിലേക്ക് വരുന്നൊന്നുമില്ല. അന്നേരം നവ്യ ഇങ്ങനെ സങ്കടപ്പെട്ടങ്ങ് നിൽക്കുകയാണ്. അന്നേരത്തേനുടനെ ജലജ വീണ്ടും പിരികേറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടോ അവൾ പറഞ്ഞിട്ട് പോയത്, നിനക്കും നിൻ്റെ കുഞ്ഞിനും ഒന്നും ഇവിടെ ഒരു വിലയില്ല എന്നൊക്കെ പറയും. അത് ശരിയാ, അമ്മ പറഞ്ഞതെല്ലാം ശരിയാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് നവ്യ. ഇവർ സംസാരിക്കുന്ന കേട്ട് കഴിയുമ്പോഴത്തേന് ദേവയാനി റൂമിൽ ചെന്ന് കിരണിനെ വിളിക്കുന്നുണ്ട്. കിരൺ ഓഫീസിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം കിരണിനോട് പറയും, മോനെ നിന്നെ എനിക്കൊന്ന് കാണണം എന്ന് പറയും. എന്താ എൻ്റെ അത്യാവശ്യം വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുക. ചെറിയൊരു ആവശ്യമുണ്ട്, നിന്നെ എനിക്കിപ്പം കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയും. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണോന്ന് ചോദിക്കുക. ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാനത് നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ്, നീ ഇപ്പം അവിടെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കി, ഞാനിപ്പോൾ അങ്ങ് വന്നേക്കാം, പിന്നെ ഞാൻ വിളിച്ച കാര്യം കിരണിനോടൊന്നും പറയണ്ട കേട്ടോ എന്ന് പറയും. അത് ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദർശ് സമ്മതിക്കുന്നുണ്ട്. ദേവേനെ എന്നിട്ട് കിരണിനെ കാണാനായിട്ട് പോകുമ്പോഴത്തേക്ക് കിരണിൻ്റെ വണ്ടി ഫ്രണ്ടിൽ പോകുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് കിരണിനെ വിളിച്ചിട്ട് പറയും, മോനെ നിൻ്റെ വണ്ടിയുടെ തൊട്ട് പുറകെ ഉണ്ട്, ഞാൻ അതുകൊണ്ട് റെസ്റ്റോറൻറ്റിലോട്ടൊന്നും പോകണ്ട, നീ ആ വണ്ടി എവിടെ ഒതുക്കും, നമുക്കിപ്പം കാണാമെന്ന് പറയും. എന്നിട്ട് പിന്നെ ഇവർ രണ്ടുപേരും വണ്ടി കൊണ്ടുവന്ന് ഒരു സൈഡിലായിട്ട് ഒതുക്കുകയാണ്. കിരൺ ഇറങ്ങിച്ചെന്ന് ദേവേനോട് ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി പ്രശ്നം, എന്താ കാര്യം എന്നൊക്കെ. മോനെ ഞാൻ നിന്നെ എൻ്റെ ആദർശ മോനെ പോലെ തന്നെ കരുതിയിട്ടുള്ളൂ, നിൻ്റെ അമ്മ രൂപയായിട്ടും എനിക്ക് നല്ല അടുപ്പമാണ്, അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ആദ്യം ചോദിക്കുന്നത് നിന്നോടല്ലേ. ഞാൻ ആദർശിനെക്കുറിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിന്നോടാണ് തിരക്കുന്നത്, കാരണം ആദർശ അനിയോട് പറയാത്ത രഹസ്യം പോലും നിന്നോട് പറയാറുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നയനയോട് പറഞ്ഞ കാര്യങ്ങൾ പോലും ചിലപ്പോൾ നിന്നോട് പറഞ്ഞു നിൽക്കിയിരിക്കും, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ചന്തുമോള് ആദർശിൻ്റെ ആരാ, സ്വന്തം കുഞ്ഞാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എങ്കിലും എന്നോട് സത്യം പറയണം, സത്യം അറിയാഞ്ഞിട്ട് എനിക്ക് ആകെ ബുദ്ധിമുട്ടാണ്. ഞാൻ ആദർശിനോട് ചോദിച്ചു, നയനോട് ചോദിച്ചു, ഇവരാരും എന്നോടൊന്നും പറയുന്നില്ല, നീ പറ മോനെ ആദർശിൻ്റെ മോളാണോ ചന്തുമോളെന്ന് ചോദിക്കും. അത് അല്ല അമ്മേ, ആദർശിൻ്റെ മോളല്ല ചന്തുമോളെന്ന് പറയും. പിന്നെ അത് ആരുടെ കുഞ്ഞാന്ന് ചോദിക്കും. അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതൊക്കെ അമ്മ നയനയോട് ചോദിച്ചാൽ മതി. അമ്മ ഒരു കാര്യം ഓർക്കണം, അനന്തപുരിയിലെ മുത്തശ്ശൻ ആരുടെയും തെറ്റുകൾ വകവെച്ച് കൊടുക്കുന്ന ആളല്ല. അങ്ങനെയുള്ള ഒരാൾ ആദർശിനെ ഒരു കുറ്റവും പറയാതെ കൂടെ ചേർത്ത് നിർത്തിയെങ്കിൽ അതിനർത്ഥം ആദർശം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതല്ലേ, അമ്മ അത് മനസ്സിലാക്കണമെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ദേവാനിക്ക് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. എന്തായാലും മകൻ നിരപരാധിയാണല്ലോ എന്നോർത്തിട്ട്. അമ്മ ഇനി എന്തായാലും ഉണ്ടെങ്കിൽ അത് നയനയോട് ചോദിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, അമ്മ കുഞ്ഞിനെ വെറുതെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊന്നും ശ്രമിക്കരുത്. അങ്ങനെ വല്ലതും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ഞാനും കല്യാണിയും കൂടെ വന്നിട്ട് ആ കുഞ്ഞിനെ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോരും, കല്ലുമോൻ്റെ ചേച്ചിയായിട്ട് ആ കുഞ്ഞ് അവിടെ വളർന്നോളൂ എന്നൊക്കെ പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ, എനിക്കിപ്പോൾ സമാധാനമായി. എന്തായാലും നയനയുടെ നിന്നും ബാക്കി സത്യങ്ങളോട് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളാമോ, സമാധാനത്തോടെ പൊക്കോളാൻ പറഞ്ഞ് കിരണിനെ യാത്രയാക്കുന്നുണ്ട് ദേവേനി വീണ്ടും കാറിലിരിക്കുമ്പോഴും ഓർക്കുന്നുണ്ട് ആ കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ആദർശിനെ മുത്തശ്ശൻ ചേർത്ത് പിടിച്ചതിനെക്കുറിച്ചൊക്കെ പറയുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ദേവേനി ഉടനെ നയനെ വിളിക്കും, മോളെ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയും. എന്താ അമ്മ അത്യാവശ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാമെന്ന് പറയും. നീ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് ഇറങ്ങ് എന്നൊക്കെ പറയും. ഞാൻ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ഇരുന്ന് ഓർക്കുന്നുണ്ട്, എന്തായിരിക്കും അമ്മ ഇങ്ങനെ വിളിച്ചതിന് കാരണം. എന്നിട്ട് ദേവയാനി വന്ന് ഒരിടത്ത് നിൽക്കുമ്പോഴത്തേന്
നയന അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് നയനയോട് ചോദിക്കും, മോളെ നമ്മൾ രണ്ടുപേരും ഒരു കാര്യങ്ങളും ഇപ്പം മറച്ചു വെക്കാറില്ല. കാരണം നീ ആദ്യം എനിക്ക് കരൾ തന്ന കാര്യം നിങ്ങളെല്ലാവരോടും മറച്ചു വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തമ്മിൽ സ്നേഹമായ കാര്യങ്ങളും നമ്മൾ മറച്ചു വെച്ചു. പക്ഷേ ഇപ്പം ചന്തുമോളുടെ കാര്യം വന്നപ്പോഴത്തേനും നിങ്ങളെ എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കും. അപ്പം നയനെ അങ്ങ് വല്ലാതാകുന്നുണ്ടെന്ന് പറയും. കിരണിനോട് ഞാൻ സംസാരിച്ചിരുന്നു, കിരണും കല്യാണിയും എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം പറഞ്ഞു എന്നുണ്ടെങ്കിൽ നയനെ ചോദിക്കും. അതെ പറഞ്ഞായിരുന്നു, ചന്തുമോൾ ആദർശിൻ്റെ മോളല്ല എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് മോളെ ആദർശ് വീണ്ടും ആ ഒരു കുറ്റം ഏറ്റെടുത്തത്? നിങ്ങൾ രണ്ടുപേരും ചന്തുമോളെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ആരാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നൊക്കെ എനിക്ക് അറിയണമെന്നുണ്ടെന്ന് പറയും. എന്നാൽ അമ്മ വാ, ഞാൻ ഒരാളെ കാണിക്കാമെന്ന് പറഞ്ഞ് അനഘയുടെ വീട്ടിൽ കൊണ്ടുചെല്ലുന്നുണ്ട് ദേവയാനിയെ. എന്നിട്ട് പറയും, ദേ കണ്ടില്ലേ അനഘ മിണ്ടാതെ കിടക്കുന്ന കണ്ടോ, അനഘ കോമ സ്റ്റേജിലാണ്, അനഘയാകെ ഇതിൽ കഷ്ടത്തിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ അനഘയെ കണ്ടിട്ട് ആ കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കുന്നത്? അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കുഞ്ഞിനെ ഏറ്റെടുത്തതെന്നൊക്കെ പറയും. എന്നിട്ട് അനഘയോട് സങ്കടപ്പെടേണ്ട കേട്ടോ, ഞങ്ങൾ പുറത്തേക്കൊന്ന് വന്നപ്പോൾ അമ്മയൊന്ന് അനഘയെ കാണിക്കാൻ വന്നതേ ഉള്ളൂ, കുഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നു, സങ്കടപ്പെടാതിരുന്നോളാനൊക്കെ പറഞ്ഞിട്ടാണ് നയനെ അവിടുന്ന് പോരുന്നത്. തിരിച്ചു വന്ന ദേവയാനി വീണ്ടും ചോദിക്കുന്നുണ്ട്, മോളെ കാര്യമൊക്കെ ശരിയാണ്, ചന്തു മോളുടെ അച്ഛൻ ആരാണെന്ന് മാത്രം മോള് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അമ്മേ അനഘ കിടക്കുന്ന കണ്ടില്ലേ, അനഘ ഇത് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആദ്യമേ പറഞ്ഞത് അനന്തപുരിയിലെ ഒരു കൊച്ചുമകനാണ് ചന്തുമോളുടെ അച്ഛൻ മാത്രമാണെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനി ഒന്നും ഞെട്ടുന്നൊക്കെ ഉണ്ട്. എന്നാൽ പറയും, അനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം, ഇപ്പോൾ ആദർശുമല്ല അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ പിന്നെ ആരാന്ന് ചോദിക്കും. ഇനി ഒരേ ഒരു കൊച്ചുമകനല്ലേ അവിടെ ബാക്കിയുള്ളൂ, അത് അഭിയാണ് എന്ന് പറയും. അന്നേരത്തേന് അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് ദേവയാനി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.